This is not just a story, but reality. We want to point out the realities of Valaya. Here, we bring out our inventions after exploring Valaya. Welcome you all. ഇത് കേരള കവാടം, കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന അതിർത്തി. രണ്ട് ജനതകൾ തമ്മിൽ കൈകോർക്കുന്ന വരമ്പ്. ഇവിടെ നിന്നും തുടങ്ങുകയായി വാളയാർ. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ആദ്യ ചവിട്ടുപടി. ഹരിതവനങ്ങളും തലയുയർത്തി നിൽക്കുന്ന മലനിരകളും നിറഞ്ഞ നാട്. വാളയാറിന്റെ നെറുകയിലേക്ക് ഇനി കുറച്ചു ദൂരം മാത്രം. ഇത് കേരള സർക്കാരിന്റെ സ്വന്തം സിമന്റ് നിർമ്മാണ കമ്പനി. ദുരൂഹതകളും അഴിമതികളും ഇഴചേർന്ന് നിൽക്കുന്ന മലബാർ സിമന്റ്സ് ലിമിറ്റഡ്. ഭരിക്കുന്നവർക്കും ചെന്ന് കയറുന്നവർക്കും എന്നും ചാകര. സംസ്ഥാന സർക്കാരിൻ്റെ കമ്പനിയാണെങ്കിലും PSC എഴുതി നിൽക്കുന്ന ആളുകൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. ജോലി ലഭിക്കണമെങ്കിൽ ഭരിക്കുന്നവർക്കും ഉന്നത പദവിയിലിരിക്കുന്നവർക്കും ലക്ഷങ്ങൾ കാഴ്ചവെക്കണം. കോടികളുടെ അഴിമതികൾ നിറഞ്ഞു നിന്നിരുന്ന മലബാർ സിമന്റ്സിൽ ദുരൂഹതകൾക്ക് വഴിയൊരുക്കിയത് മുൻ കമ്പനി സെക്രട്ടറി ശശീന്ദ്രന്റെയും 2 മക്കളുടെയും ആത്മഹത്യയാണ്. കേസ് CBI ഏറ്റെടുത്തിട്ടും ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ്. ഇത് മലബാർ സിമന്റ്സ് ജീവനക്കാർക്ക് സർക്കാർ നൽകിയിരിക്കുന്ന താമസ സൗകര്യം, ടൗൺഷിപ്പ്. മലബാർ സിമന്റ്സിൽ നിന്നും 8 കിലോമീറ്റർ കാടിനുള്ളിലാണ് സിമന്റിന് വേണ്ട ചുണ്ണാമ്പുകല്ല് പൊട്ടിച്ചെടുക്കുന്ന മൈൻസ് സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിലൊരിക്കൽ മാത്രമേ പുറത്തുള്ളവർക്ക് അവിടേക്ക് പ്രവേശനമുള്ളൂ. ആയുധപൂജാ ദിവസം രാവിലെ മുതൽ ഉച്ചവരെ മൈൻസിലേക്ക് പ്രവേശനമുണ്ട്. മലബാർ സിമന്റ്സിന്റെ നിശ്വാസമേറ്റ് കഴിയുന്ന വാളയാർ റെയിൽവേ സ്റ്റേഷൻ.
വികസനത്തിന്റെ പാതയിൽ ഒരുപാട് വർഷക്കാലമായി കഴിയുന്ന ഒരു കൊച്ചു സ്റ്റേഷൻ. മലബാർ സിമന്റ്സ് ജീവനക്കാരും തമിഴ്നാട്ടിൽ പഠിക്കുന്ന കേരള വിദ്യാർത്ഥികളുമാണ് ഈ സ്റ്റേഷനിലെ പ്രധാന യാത്രക്കാർ. റോഡിൽ നിന്നും 1 കിലോമീറ്റർ ഉള്ളിലേക്കായി സ്ഥിതി ചെയ്യുന്നു വാളയാർ ഡാം. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു ചെറിയ ഡാം. വാളയാറിലെ ഒരേ ഒരു ഫിഷിംഗ് കേന്ദ്രം. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതിലെ ജലം ഉപയോഗിക്കുന്നത്. കുടിവെള്ളത്തിനു വേണ്ടി ഇതിലെ ജലം ആരും തന്നെ ഉപയോഗിക്കാറില്ല. ഡാമിൽ വന്നടിയുന്ന മാലിന്യങ്ങളാണ് ഇതിന് കാരണം. 66 അടി ജലസംഭരണ ശേഷിയുള്ള വാളയാർ ഡാമിൽ 36 അടിയോളം ചെളിയാണ്. പ്രത്യക്ഷത്തിൽ ശാന്തത നിറഞ്ഞതാണെങ്കിലും 18 പേരെ വിഴുങ്ങിയ ഒരു കൊച്ചു തിമിംഗലമാണിത്. കേരള തമിഴ്നാടിന്റെ സാങ്കല്പിക അതിർത്തി കടന്നു പോകുന്നത് ഈ ഡാമിലൂടെയാണ്. ഡാമിന്റെ പകുതി കേരളത്തിലും ബാക്കി പകുതി തമിഴ്നാട്ടിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ ഈ ഡാമിനെ നമ്മളിൽ ആരും ശ്രദ്ധിക്കാറില്ല. തമിഴ്നാട്ടിൽ നിന്ന് വേണം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താൻ. അർദ്ധബോധത്തിൽ വരുന്ന വിനോദസഞ്ചാരികളിൽ കോളേജ് കുട്ടികളും സ്കൂൾ കുട്ടികളുമാണ് കൂടുതൽ. മദ്യലഹരിയിൽ കാലെടുത്ത് വയ്ക്കുന്നത് മാത്രമേ ഓർമ്മയുണ്ടാകുകയുള്ളൂ. 36 അടി ചെളിയിലേക്കാകും ആഴ്ന്നിറങ്ങുക. വാളയാർ ഡാമിൽ മുങ്ങിമരിച്ചവരെല്ലാം തമിഴ്നാട് സ്വദേശികളാണ്. ഡാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അറിയിപ്പ് ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. അടുത്തത് നിങ്ങളാകണോ? ഡാമിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സർക്കാർ തടി വിൽപ്പന കേന്ദ്രം. കേരള സർക്കാരിന്റെ ചുരുക്കം ചില തടി വിൽപ്പന കേന്ദ്രങ്ങളിലൊന്നാണിത്. ചില്ലറ വിൽപ്പനയിലൂടെയും ലേലം വിളിയിലൂടെയും ആവശ്യക്കാർക്ക് തടി വിതരണം ചെയ്യാറുണ്ട്. മാസത്തിലൊരിക്കലാണ് ലേലം വിളി. കേരളത്തിലെ നാനാഭാഗങ്ങളിൽ നിന്ന് സർക്കാരിന്റെ ഗുണമേന്മയേറിയ ഈ തടികൾ എടുക്കാൻ ആവശ്യക്കാർ വരാറുണ്ട്. തടിയുടെ പഴക്കവും ഗുണമേന്മയുമാണ് ഇതിന് കാരണം. തടി വിൽപ്പന കേന്ദ്രത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റ് സ്കൂൾ. കേരളത്തിലേക്കുള്ള വനപാലകരെ വാർത്തെടുത്ത് വിടുന്ന കേന്ദ്രങ്ങളിൽ ഒന്ന്. ഈ കാണുന്നത് ഒരു സ്മാരകമല്ല, വർഷങ്ങളോളമായി പൂട്ടിക്കിടക്കുന്ന ഒരു സിനിമാ തിയേറ്ററാണ്. വാളയാറിലെ പ്രധാന വ്യാജമദ്യ നിർമ്മാണ കമ്പനിയും കൂടിയായിരുന്നു ഇത്. സിനിമകളിൽ പോലും കണ്ടിട്ടില്ലാത്ത വിധം സ്ക്രീനിനു പിന്നിൽ വ്യാജമദ്യ നിർമ്മാണത്തെ പിടികൂടിയതിനെ തുടർന്നാണ് ഈ സിനിമാ തിയേറ്ററിന് കാലചരമമായത്. സ്ക്രീനിൽ ഞരമ്പുകൾക്ക് ചൂട് പിടിപ്പിക്കുന്ന ചിത്രങ്ങളും സ്ക്രീനിന് തൊട്ടു പിന്നിൽ ഞരമ്പുകളെ തളർത്തുന്ന വിദ്യയുമാണ് ഇവർ പ്രയോഗിച്ചിരുന്നത്. ഇപ്പോഴിത് ഓർമ്മകളിൽ അവശേഷിക്കുന്ന ഒരു ചലച്ചിത്രം മാത്രം. വാളയാറിനെ തൊട്ടുരുമ്മിപ്പോകുന്ന ഏതൊരു യാത്രക്കാരന്റെയും സ്ഥിര വീക്ഷണമാണ് ഈ അപരിചിതൻ. ദിവസവും
അഗ്നിയാൽ വാളയാറിനെ ഭസ്മമാക്കുന്ന ഇദ്ദേഹത്തിന്റെ പേരെന്ത്, ഊരേത് എന്ന് ആർക്കും അറിയില്ല. അറിയുവാൻ ആരും താല്പര്യം കാണിക്കുന്നില്ല എന്നതാണ് സത്യം. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇയാൾ ആരൊക്കെയോ ആകുമ്പോൾ അയാളുടെ ദൃഷ്ടിയിൽ നാം ആര്? ആ അപരിചിത മുഖങ്ങൾ ഇനിയുമുണ്ട് വാളയാറിൽ. ഇത് വാളയാറിലെ മാൻ പാർക്ക്. ലോക് നായക് ജയപ്രകാശ് നാരായൺ സ്മൃതിവനം. മാനവ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ മഹാന്റെ പേരിൽ 14 വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ തിരികൊളുത്തിയ ബൃഹത് പദ്ധതി. സ്വാതന്ത്ര്യ സമര പോരാളിയുടെ പേരിൽ കെട്ടിപ്പൊക്കിയ ഈ മാൻ പാർക്ക് ഇന്ന് മാനുകൾക്ക് തടവറയാണ്. വിവിധ ഇനത്തിൽപ്പെട്ട മാനുകൾക്ക് സംരക്ഷണം നൽകുകയും ഇവയുടെ സ്വാഭാവിക വംശവർദ്ധനവിന് പ്രകൃതി തത്വമായി തന്നെ സാഹചര്യങ്ങൾ ഒരുക്കുകയും അപകടത്തിൽപ്പെടുന്ന മാനുകളെയും മറ്റും ചികിത്സയ്ക്ക് വേദിയാക്കി പുനരധിവസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് തുടക്കത്തിൽ മാൻ പാർക്ക് എന്ന ആശയം ഉദിച്ചത്. പിന്നീട് എല്ലാ ആശയങ്ങളെയും പുറന്തള്ളിക്കൊണ്ട് ഒരു തടവറയായി മാറുകയായിരുന്നു ഇത്. 118 ഏക്കർ പുറങ്കാട് ചുറ്റുമതിൽ കെട്ടി കമ്പിവേലി നിർമ്മിച്ച് ഇതിനകത്താണ് മാനുകളെ സംരക്ഷിക്കുന്നത്. തുടക്കത്തിൽ 200-ൽ പരം മാനുകളാണ് ഈ പാർക്കിൽ ഉണ്ടായിരുന്നതെങ്കിലും പെറ്റുപെരുകി എണ്ണം വർദ്ധിച്ചതോടെ ആരോഗ്യമുള്ള മാനുകളെ കാട്ടിലേക്ക് തുറന്നുവിടുകയായിരുന്നു. മരുഭൂമിയായി കിടക്കുന്ന പാർക്കിൽ മാനുകൾക്ക് മതിയായ തീറ്റ ലഭിക്കാത്തതിനാൽ പുറംകാടുകളിൽ നിന്ന് ജീവനക്കാർ ഇവയ്ക്ക് പുല്ലും ഇലകളും മറ്റും കൊണ്ടുവരാറാണ് പതിവ്. അതിനു പുറമെ തീറ്റയ്ക്കായുള്ള പുല്ല് നട്ടുപിടിപ്പിച്ച് നൽകാറുമുണ്ട്. പാർക്കിന്റെ മുൻവശത്തായി വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ പുൽക്കൂട്ടങ്ങളാണ് ഇവയ്ക്ക് ആകെ ആശ്രയം. ആവശ്യത്തിനനുസരിച്ച് പുല്ല് മുറിച്ചു കൊടുക്കാറാണ് പതിവ്. വന്യജീവി സംരക്ഷണത്തിനും വനവൽക്കരണത്തിനും കോടികൾ മുടക്കുന്ന നമ്മുടെ സർക്കാരിന്റെ കണ്ണിൽ ഈ മാൻ പാർക്ക് വിദൂരത്തിലാണ്. സർക്കാർ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ പണം മാനുകളുടെ അരവയർ നിറയ്ക്കാൻ പോലും കഴിയുന്നില്ല. ടിക്കറ്റ് എടുത്ത് പാർക്കിനകത്ത് കയറിയാൽ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ വേണം സഞ്ചരിക്കാൻ. ചൂടിൽ നിന്നും രക്ഷ തേടാനായി ഉൾക്കാട്ടിലൊളിക്കുന്ന മാനുകളെ പകലൊന്നും സന്ദർശകർക്ക് കാണാനാകില്ല. കുറ്റിക്കാടും പാതയും തിരിച്ചറിയാനാകാത്ത വഴിയിലൂടെ കിലോമീറ്ററുകളോളം നടന്ന് അവശരായി മടങ്ങുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മരണയാതന അനുഭവിച്ച് കഴിയുന്ന ഒരു കൂട്ടം മാനുകളുടെ മുഖഛായയാണ് ഈ മാൻ പാർക്ക്. മലബാർ സിമന്റ്സിൽ നിന്നും 1 കിലോമീറ്റർ ഉൾഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ആദിവാസി കോളനിയാണിത്. കേരളത്തിൽ പാലക്കാട് ജില്ല ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ആദിവാസി കോളനികൾ ഉണ്ടെങ്കിലും സർക്കാരിന്റെ കണ്ണെത്താത്ത ഒരു നിർജീവ കേന്ദ്രമാണിത്. അൻപതോളം ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ഒരു ഗവൺമെന്റ് LP സ്കൂൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതിയില്ലാത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. ഈ കോളനിയിലെ മിക്ക കുടുംബങ്ങളും അരവയർ നിറയ്ക്കുവാൻ ആശ്രയിക്കുന്നത് മലബാർ സിമന്റ്സിനെയാണ്. ഇവിടെയുള്ള കുറെ ആളുകൾ മലബാർ സിമന്റ്സിൽ തൊഴിലാളികളാണ്.
വാളയാറിലെ ആദിവാസി കോളനിയിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് കേരളത്തിലെ ചുരുക്കം ചില ആന ശ്മശാന കേന്ദ്രങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത്. വള്ളുവനാട്ടിലെ ഗജവീരന്മാർ ചെരിയുമ്പോൾ ദഹിപ്പിക്കുവാനായി ഇവിടേക്കാണ് കൊണ്ടുവരാറുള്ളത്. പേരെടുത്ത പല ഗജവീരന്മാരും ഇവിടെ എരിഞ്ഞടങ്ങിയിട്ടുണ്ട്. RTO ചെക്ക് പോസ്റ്റ്, കേരളത്തിന്റെ ആദ്യ കവാടം. കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളുടെ രേഖാ പരിശോധനാ കേന്ദ്രം. രേഖാ പരിശോധനയേക്കാൾ ഗാന്ധി പരിശോധനയാണ് ഇവിടെ കൂടുതൽ. അയ്യപ്പ ഭക്തരിൽ നിന്ന് പോലും പണപ്പിരിവ് നടത്തി വകുപ്പിന് നാണക്കേടുണ്ടാക്കിയ കേന്ദ്രം കൂടിയാണിത്. അയ്യപ്പ ഭക്തരിൽ നിന്നും RTO ചെക്ക് പോസ്റ്റിൽ പടി പിഴിഞ്ഞെടുക്കുന്നത് ലക്ഷങ്ങൾ. മനോരമ ന്യൂസ് അന്വേഷണം. അയ്യനെ തൊഴാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന് വാളയാർ ചെക്ക് പോസ്റ്റിൽ വൻ പിരിവ്. വാഹനത്തിന് പെർമിറ്റ് സീൽ പതിച്ചു നൽകുന്നതിന് മാത്രം ഓരോ സംഘവും RTO ചെക്ക് പോസ്റ്റിൽ കൈക്കൂലി ഇനത്തിൽ നൽകേണ്ടത് 500 രൂപയാണ്. മണ്ഡലകാലം വാളയാറിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയുടെ കൊയ്ത്തുകാലമാണ്. മനോരമ ന്യൂസ്. കേരളത്തിന്റെ ആദ്യ കവാടത്തിൽ തന്നെ അഴിമതി നിറഞ്ഞു കവിയുകയാണ്. RTO ചെക്ക് പോസ്റ്റിന് പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വെയ്ബ്രിഡ്ജ്. ചരക്ക് ലോറികളുടെ തൂക്കത്തേക്കാൾ ഇവിടെ പ്രാധാന്യം നൽകുന്ന നോട്ടിന്റെ വലിപ്പത്തിലാണ്. അഴിമതിരഹിത വാളയാറിന്റെ ഭാഗമായിട്ടാണ് ഈ വെയ്ബ്രിഡ്ജ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് സർക്കാർ ഇത് സ്വകാര്യ വ്യക്തികൾക്ക് നടത്താൻ കൊടുക്കുകയായിരുന്നു. നോട്ടിന്റെ വലിപ്പത്തിനനുസരിച്ച് ചരക്കുവണ്ടികളുടെ ഭാരം കുറച്ചും കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയും നടത്തിപ്പുകാരനും തൊഴിലാളികളും കൊയ്തെടുക്കുന്നത് ലക്ഷങ്ങളാണ്. ഇത് വാളയാറിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഫോറസ്റ്റ് സംബന്ധമായി വരുന്ന ലോഡുകൾ പരിശോധിക്കുന്ന കേന്ദ്രം. വാളയാറിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു ചിതലരിച്ച ചെക്ക് പോസ്റ്റ്. മാസത്തിൽ 1-2 ലോഡുകൾ വന്നാൽ വന്നു. ഇവിടെയും പണം നൽകിയാൽ വിഘ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോകാം. കൈക്കൂലിയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ലാത്ത കന്നുകാലി ചെക്ക് പോസ്റ്റ്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കന്നുകാലി, പക്ഷിമൃഗാദികൾ തുടങ്ങിയവയുടെ രോഗപരിശോധനാ കേന്ദ്രം. രക്തപരിശോധന നടത്തി വ്യക്തത വരുത്തേണ്ട ജീവനക്കാർക്ക് ഗാന്ധിമുഖം കണ്ടാൽ പിന്നെ എല്ലാം ക്ലിയർ. വാഹനങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചും ലോഡിനനുസരിച്ചും നോട്ടിന്റെ എണ്ണം കൂടി വരും. ചുരുക്കം പറഞ്ഞാൽ ലോറി ജീവനക്കാർക്ക് രേഖകൾക്ക് പകരം ഗാന്ധി കരുതിയാൽ മതി ഈ ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ. എക്സൈസ് ചെക്ക് പോസ്റ്റ് വാളയാർ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന സ്പിരിറ്റ്, കള്ളക്കടത്ത് തുടങ്ങിയവ തടുക്കാൻ രാവും പകലും ഉറക്കമൊഴിച്ചിരിക്കുന്ന എക്സൈസ് ജീവനക്കാർ. തങ്ങളറിയാതെ ഒരു ഉറുമ്പ് പോലും കേരളത്തിലേക്ക് ചലിക്കില്ല എന്നതാണ് ഇവരുടെ വാദം. എന്നാൽ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നു പിടികൂടിയ സ്പിരിറ്റുകൾ വാളയാർ വഴി ഒഴുകുന്നതെന്നാണ് എക്സൈസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. യാത്രാ വാഹനങ്ങളിലും ചരക്ക് വണ്ടികളിലും ഇവർ
പരിശോധന നടത്താറുണ്ട്. പരിശോധനയുടെ വേഗത കൂട്ടാൻ പഴം, മീൻ, വെള്ളം തുടങ്ങിയവ ഇവർക്ക് മുന്നിൽ കാണിക്ക വെക്കേണ്ടതായി വരുന്നുണ്ടെന്നാണ് ലോറി ജീവനക്കാർ പറയുന്നത്. ഗാന്ധിയുടെ മുഖവും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസമില്ല. വാഹനങ്ങൾ റോക്കറ്റ് പോലെയാണ് ചെക്ക് പോസ്റ്റ് വിട്ട് കടന്നുപോകുന്നത്. ഇവിടെ അഴിമതിയില്ല, കൈക്കൂലിയില്ല എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വാളയാർ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റ് കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ചരക്കുകളുടെ നികുതി അടയ്ക്കുന്ന കാര്യാലയം. 3000-നടുത്ത് ചരക്ക് വണ്ടികളാണ് ദിവസവും ഈ ചെക്ക് പോസ്റ്റിൽ വന്നു ചേരുന്നത്. മണിക്കൂറിൽ ചെക്ക് പോസ്റ്റ് വിട്ട് കടന്നു പോകുന്ന ചരക്ക് വണ്ടികളുടെ എണ്ണം 3-4 മാത്രം. വാഹനങ്ങളുടെ നിര കണ്ടിട്ടാണോ ഇതിനെ കേരളത്തിലെ ഏറ്റവും വലിയ ചെക്ക് പോസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നതിലും സംശയമില്ല. ചെക്ക് പോസ്റ്റ് ജീവനക്കാരുടെ ജോലി മിടുക്കിന്റെ ഫലമായിട്ടാകാം ഈ വരി ഇങ്ങനെ നിശ്ചലമായി നിൽക്കുന്നത്. ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ റോഡിൽ തന്നെ വാഹനങ്ങൾ നിർത്തേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവിടെ സുലഭമായി കാണാൻ സാധിക്കുന്നത്. ഇതുമൂലം സൃഷ്ടിക്കപ്പെടുന്നത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഗതാഗത തടസ്സങ്ങളാണ്. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് ഉണ്ടെങ്കിലും ഗതാഗത തടസ്സങ്ങൾ ഇവിടെ സാധാരണയാണ്. ചെക്ക് പോസ്റ്റ് വികസനത്തിന്റെ പേരിൽ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ മരവിച്ച് മണ്ണടിയുകയാണ്. പുതിയൊരു ചെക്ക് പോസ്റ്റിന്റെ മുഖം കാണാൻ ഇനിയും എത്ര കാലം കാത്തു കിടക്കേണ്ടി വരുമെന്നറിയില്ല. വാളയാറിനെയും വാളയാറിലെ ജനങ്ങളെയും സമ്പന്നരാക്കി മാറ്റിയത് ഇവിടെ എത്തുന്ന ലോറിക്കാരാണ്. വാളയാറിൽ എത്തുന്നതോടെ അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളിലും പിഴവുകൾ വരാൻ തുടങ്ങും. ബില്ലിന്റെയും ടാക്സ് പ്രശ്നത്തിന്റെയും പേരിൽ ദിവസങ്ങളും ആഴ്ചകളും, എന്തിനേറെ പറയുന്നു മാസങ്ങളോളം ഇരിക്കേണ്ടി വന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. അതോടെ തല ചായ്ക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും ഇവർ ബുദ്ധിമുട്ടുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലത്തും പെയ്തിറങ്ങുന്ന മഞ്ഞിലും ആകെ ആശ്രയം തങ്ങളുടെ വാഹനങ്ങൾ മാത്രം. വാഹനങ്ങളുടെ അടിയിലും ഉള്ളിലുമായി ഇവർ ഇടം കണ്ടെത്തും. ചെക്ക് പോസ്റ്റുകളിൽ കുടുങ്ങിക്കിടക്കുന്ന പല ജീവനക്കാരും വയറു നിറയ്ക്കാൻ സ്വന്തം വാഹനങ്ങളെ പാചകപ്പുരയാക്കി മാറ്റാറാണ് പതിവ്. ചിലവിന് തുച്ഛമായ പണം ലഭിക്കുന്ന ഇവർക്ക് ഇതല്ലാതെ വേറെന്താണ് ആശ്രയം? ദുരിതങ്ങൾ മാത്രം നിറഞ്ഞ ഈ ജോലിയിൽ ഇവർ തളരാതെ നിൽക്കുന്നത് തങ്ങളെ കാത്തു കഴിയുന്ന ആ കുടുംബത്തെ ഓർത്താകാം. കാണുന്നവർക്ക് നിസാരമായി തോന്നുന്ന ഇവരുടെ ജീവിതം തൊട്ടറിഞ്ഞാലേ മനസ്സിലാകൂ. വികസിച്ചുകൊണ്ടിരിക്കുന്ന വാളയാറിലേക്ക് അധികാരികൾ ഒരു മേൽക്കണ്ണ് പതിപ്പിക്കുകയാണെങ്കിൽ കുറ്റമറ്റ ഒരു വാളയാറിനെ നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. ചുരുക്കം പറഞ്ഞാൽ അഴിമതിരഹിത വാളയാർ എന്ന പേര് നമുക്ക് അന്വർത്ഥമാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്കുള്ള ആദ്യ ചവിട്ടുപടി ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ തക്കവിധം മികവുറ്റതാകട്ടെ എന്ന് നമുക്ക് സമാശ്വസിക്കാം.